നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ തേർഡ് മോഡ്യൂൾ ആണല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഡാംസിനെ കുറിച്ച് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം അല്ലേ. നമുക്ക് ഒരു ഡാം ഡിസൈൻ ചെയ്യണമെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഏതൊക്കെ ഫോഴ്സസ് ആണ് ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 ഫോഴ്സസ് കണ്ടു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 ഫോഴ്സസ് കണ്ടു. അപ്പൊ ഏതൊക്കെയായിരുന്നു ആ ഫോഴ്സസ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ പ്രഷർ അല്ലേ. അതാണ് മെയിൻ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം. ഓൺ എ ഡാം, ഗ്രാവിറ്റി എന്നല്ല, ഏതൊരു ഡാമിലും. നമ്മളൊരു ഡാം എന്ന് പറയുന്നത് കൺസെപ്റ്റ് എന്താണ്? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലേ. അപ്പോ ആ വെള്ളം എന്തായാലും കുറച്ച് പ്രഷർ എക്സേർട്ട് ചെയ്യും. അതായിരിക്കും ഏറ്റവും വലിയ ഫോഴ്സ്, വാട്ടർ പ്രഷർ അല്ലേ. നമ്മൾ അതിന്റെ എങ്ങനെയാണ് വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കണ്ടിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഒരു ട്രയാങ്കുലാർ ഷേപ്പില് നമ്മൾ അതൊരു എന്താ പറയാ, വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഇറ്റ് ഈസ് വേരിയിങ് ആസ് എ ട്രയാങ്കിൾ. ദ വാട്ടർ പ്രഷർ വേരീസ് ആസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് ദാറ്റ് വാട്ടർ പ്രഷർ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആ പ്രഷർ ഫോഴ്സ് is acting at a distance of h/3 from the base അല്ലേ. ഡെപ്ത് ഓഫ് വാട്ടർ h ആണെങ്കിൽ h/3 from the base ആണ് ആ ഒരു വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ ഒരു പ്രഷർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്നും കണ്ടു അല്ലേ. WH²/2, അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ഹാഫ് ഇൻറ്റു WH എന്ന് പറയുന്നത് അവിടുത്തെ ബേസ് ആണ് അല്ലേ, ഇൻറ്റു H. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതാണ് വാട്ടർ പ്രഷർ. പിന്നെ ഈ ഒരു വാട്ടർ പ്രഷറിനെ തടുത്തു നിർത്താൻ തക്കതായ ഒരു ഫോഴ്സ് ആണ് എന്ത്? ആ ഡാമിന്റെ വെയിറ്റ്. പ്രത്യേകിച്ച് അതൊരു ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ അതിന്റെ സെൽഫ് വെയിറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ഫോഴ്സ് ദാറ്റ് വിൽ റെസിസ്റ്റ് ദ വാട്ടർ പ്രഷർ. ഓക്കെ, അപ്പൊ അത് ആ ഒരു മെറ്റീരിയലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് മെറ്റീരിയൽ വെച്ചാണ് ആ ഗ്രാവിറ്റി ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതനുസരിച്ചിരിക്കും അതിന്റെ സെൽഫ് വെയിറ്റ് അല്ലേ. പിന്നെ അടുത്ത ഫോഴ്സ് ആണ് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ സോയിലില് നമുക്കറിയാം അല്ലെ, വോയിഡ് സ്പേസസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ വോയിഡ് സ്പേസസിലായിരിക്കും വെള്ളം. അപ്പൊ ആ വാട്ടർ തിരിച്ച് ഡാമിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, നമ്മുടെ ഡാമിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ താഴെയുള്ള വെള്ളം തിരിച്ച് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലെ. നിങ്ങൾ പഠിച്ച ഫോഴ്സ് ഓഫ് ബൊയാൻസി ഒക്കെ പോലെ തിരിച്ച് എക്സേർട്ട് ചെയ്യും. അപ്പൊ ആ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ, എത്ര വെള്ളം ആ ഡാമിലുണ്ട്, അതായത് ആ വെള്ളത്തിന്റെ ഹൈറ്റ്, ഹെഡ് എന്നാണ് നമ്മൾ ടെക്നിക്കലി പറയുക. ഹെഡ് ഓഫ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. പിന്നെ ഓരോ സ്ഥലത്തിന് അടിസ്ഥാനമായിട്ടാണ് പിന്നത്തെ ഫോഴ്സസ് ഒക്കെ അല്ലെ. അതായത് ഇപ്പൊ അതൊരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണെങ്കിൽ, എർത്ത് ക്വേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ എർത്ത് ക്വേക്ക് പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ ഒരു തണുത്ത രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളം, മുകളിലത്തെ വെള്ളം ഐസ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ
അവിടെ നമ്മൾ ഐസ് പ്രഷർ കൺസിഡർ ചെയ്യണം അല്ലേ? കാരണം നമുക്കറിയാം വെള്ളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കില്ല ഐസ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ പ്രഷറും ഐസ് പ്രഷറും വേറെ തന്നെ പഠിക്കേണ്ട വിഷയമാണ്. പിന്നെ അതുപോലെയുള്ളതാണ് എന്തൊക്കെ? വേവ് പ്രഷർ, വിൻഡ് പ്രഷർ അല്ലെ? ആ ഒരു ഭാഗത്ത് ഒരുപാട് കാറ്റടിക്കുന്ന പ്രദേശമാണെങ്കിൽ ആ കാറ്റിനും നമ്മുടെ ഡാമിനെ ഒരു ചെറിയൊരു തോതിൽ മറിച്ചിടാനുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കും അല്ലെ? അപ്പൊ എത്രത്തോളം ആ ഒരു ഭാഗത്ത് വിൻഡ് പ്രഷർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ ആ കാറ്റടിക്കുന്നതോടൊപ്പം നമ്മുടെ വെള്ളത്തിൽ ഫോം ചെയ്യുന്നതാണ് വേവ്സ് അല്ലെ? അപ്പൊ ആ വേവ്സ് വന്ന് നമ്മുടെ ഡാമിലേക്കാണ് അടിക്കുന്നത്. തിരമാല ഫോം ചെയ്ത് ആ തിരമാല നമ്മുടെ ഡാമിലേക്കാണ് ചെന്ന് അടിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ശക്തി, എത്രത്തോളം ശക്തിയിലാണ് ആ വേവ്സ് ഡാമിനെ ചെന്ന് അടിക്കുന്നത് എന്നുള്ളത്, അതാണ് വേവ് പ്രഷർ. അപ്പൊ വേവ് പ്രഷർ പഠിക്കണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വേവ്സിന്റെ ഹൈറ്റ് ഒക്കെ നമ്മൾ ഒരു ഫോർമുലയൊക്കെ കണ്ടു അല്ലെ? മോളിറ്റർ തന്ന ഒരു ഫോർമുല, മോളിറ്റേഴ്സ് ഫോർമുല കണ്ടു. അതായത് എത്രയാണ് ആ വേവിന്റെ ഹൈറ്റ് വരാൻ സാധ്യത, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമ്മുടെ വിൻഡ് വെലോസിറ്റിയെയും അതുപോലെ നമ്മൾ എത്ര ദൂരം കൺസിഡർ ചെയ്യുന്നു, ആ ദൂരത്തിന് നമ്മളൊരു പേര് പറഞ്ഞു. എന്താണ്? എഫ്. നമ്മുടെ ആ ഒരു ഫോർമുലയിൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഫെച്ച് അല്ലെ? ഫെച്ച് ഓഫ് ദ റിസർവോയർ. എത്ര ദൂരമാണ് നമ്മൾ ആ ഒരു വെള്ളം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ വേവ് പ്രഷർ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തൊരു ഫോഴ്സ് ആണ് എന്ത്? സിൽറ്റ് പ്രഷർ. അതും എന്താണ്? എന്ത് തന്നെയാണ്? ഒരു നമ്മുടെ ഡാമിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫോഴ്സ് തന്നെയാണ്. നമ്മുടെ വെള്ളത്തിനകത്തുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് അതെല്ലാം താഴേക്ക് അടിഞ്ഞുകൂടും. എന്നിട്ട് അതൊരു സോണിലാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സോണിലാണ് നമ്മുടെ സിൽറ്റ് എല്ലാം അടിഞ്ഞുകൂടി നിൽക്കുക. ആ സോണിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അല്ലെ? അതിലുള്ള വെള്ളം, ആ ഡെഡ് സ്റ്റോറേജിലുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിൽ സിൽറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ആ സിൽറ്റ് പാർട്ടിക്കിൾസും നമ്മുടെ ഡാമിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ അത് എത്രയാണ് എന്നുള്ളതും നമ്മൾ പഠിക്കണം. അപ്പൊ ആ സിൽറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പൊതുവെ സാൻഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്ന ആ ഒരു ടേം ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ അതാണ് സിൽറ്റ് പ്രഷർ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത് ലോ ഡാമും ഹൈ ഡാമും എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ലോ ആൻഡ് ഹൈ ഡാംസ് എന്താണ്? ലോ ഡാം എന്താണ് ഒരു ഹൈ ഡാം എന്നുള്ളത് നോക്കാം. അപ്പൊ ലോ ഡാംസ്, it is designed on the basis of the theoretical profile. ലോ ഡാം എന്ന് പറയുന്നത് നമ്മുടെ തിയററ്റിക്കൽ പ്രൊഫൈലിനെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ലോ ഡാം. തിയററ്റിക്കൽ പ്രൊഫൈൽ എന്താണ്? നമ്മുടെ തിയറിയിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നുള്ളതാണ് അല്ലെ? സോ ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ലോ ഡാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ടു മെയിൻ ഫോഴ്സസ്. അപ്പൊ രണ്ട് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കുലാർ ഫിഗർ ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഫോഴ്സ്? മെയിൻ രണ്ട് ഫോഴ്സസ് ആണ്. ഏതൊക്കെ? വാട്ടർ പ്രഷറും പിന്നെ ഡാമിന്റെ സെൽഫ് വെയിറ്റും. The resultant of the two main forces always passes through the middle third
third of each horizontal joint in the dam section. ഇപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഈ രണ്ട് ഫോഴ്സ്, അതായത് വാട്ടർ പ്രഷറിന്റെയും സെൽഫ് വെയിറ്റിന്റെയും, സെൽഫ് വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ, അതുപോലെ വാട്ടർ പ്രഷർ ഹൊറിസോണ്ടലി ആണ് ആക്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, വെക്ടർ അഡിഷൻ ഒക്കെ മുമ്പ് പഠിച്ചതാണ്. വെക്ടർ അഡിഷനിൽ ഇപ്പോൾ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് will act as a diagonal. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിലെ രണ്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്താൽ ആ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് അല്ലേ. അപ്പൊ ആ റിസൾട്ടന്റ് will pass through the middle third of each horizontal joint. അപ്പൊ നമ്മുടെ ഈ ഒരു ഡാമിൽ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ കൺസിഡർ ചെയ്താൽ, ഈ താഴത്തെ ഹൊറിസോണ്ടൽ പോർഷൻ കൺസിഡർ ചെയ്യും, അതിനെ മൂന്നാക്കി തിരിക്കുക. ഓക്കെ, 3 പോർഷൻസ് ആക്കി, 1/3, 1/3, 1/3, അങ്ങനെ 3 പോർഷൻ ഈക്വൽ ആക്കി തിരിച്ചാൽ ആ നടുവിലത്തെ മിഡിൽ തേർഡിലൂടെ ആയിരിക്കും ഈ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് പാസ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ലോ ഡാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര വേണം, ഡാമിന്റെ നീളം എത്രത്തോളം വേണം എന്നുള്ളത് കൺസിഡർ ചെയ്യാം. സച്ച് ദാറ്റ് എങ്ങനെയാണ്, the resultant will pass through the middle third of the section, horizontal section. Okay, so in this type allowable stresses on the masonry are not exceeded. അപ്പൊ ഈ ഒരു ലോ ഡാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ allowable stresses on the masonry, അതായത് മേസൺറിക്ക് താങ്ങാൻ പറ്റുന്ന കുറച്ച് സ്ട്രെസ് ഉണ്ടാവുമല്ലോ. ഏതൊരു നമ്മുടെ മെറ്റീരിയൽ ആണെങ്കിലും, നമ്മൾ കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ, എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുവരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാലാണ് ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവുക അല്ലേ. അപ്പൊ ഈ ഡാമിൽ, ലോ ഡാമിൽ എന്ന് പറഞ്ഞാൽ ഈ വരാവുന്ന സ്ട്രെസ്സസ്, വെള്ളത്തിന്റെ സ്ട്രെസ് ഒക്കെ ഈ മേസൺറി മെറ്റീരിയൽ ഏതാണോ അതിന്റെ സ്ട്രെസ്സസിലും താഴെയായിരിക്കും. അതായത് ചെറിയൊരു ഡാം ആണ് അല്ലെ, വളരെ കുറച്ച് വെള്ളം ക്യാരി ചെയ്യുന്ന ചെറിയൊരു ഡാം ആണ് ലോ ഡാം. ഇതിൽ വരാവുന്ന സ്ട്രെസ്സസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈ ഡാംസ്. ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ സ്ട്രക്ചർ ആസ് എ ലോ ഡാം. അപ്പൊ നമ്മുടെ ലോ ഡാം പോലത്തെ സിമ്പിൾ സ്ട്രക്ചർ അല്ല. ഇവിടെ എന്താണ്, the allowable stresses on masonry are always exceeded. ഇപ്പൊ മേസൺറിയിൽ എത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിലും കവിഞ്ഞുള്ള പ്രഷർ ആയിരിക്കും ഈ ഹൈ ഡാംസിന് താങ്ങേണ്ടി വരിക. As a result, the resultant of the two main forces passes out of the middle third of some horizontal joint in the section. അപ്പൊ എന്താ പറ്റുക, അങ്ങനെ ആയാൽ ഉള്ള അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ റിസൾട്ടന്റ് മിഡിൽ തേർഡിലൂടെ തന്നെ പാസ് ചെയ്തോളണം എന്നില്ല. ഓക്കെ, the dam section is therefore given some extra slope on the upstream side or downstream side as per the requirement. അപ്പൊ അങ്ങനെ ആ റിസൾട്ടന്റ് പക്ഷെ ആ മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ കുറച്ചുകൂടെ ലെങ്ത് കുറച്ച് ചെറിയൊരു സ്ലോപ്പിംഗ് ലെങ്ത് കൊടുക്കും. ആ സ്ലോപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയാണ്. അത് കൂട്ടുന്നതോടുകൂടി ആ 1/3 ലെങ്ത് അങ്ങ് കൂടും അല്ലേ. അപ്പൊ നമുക്ക് ആ റിസൾട്ടന്റ് ആ മിഡിൽ 1/3 പോർഷനിലൂടെ തന്നെ റിസൾട്ടന്റിനെ പാസ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടി ലെങ്ത് കൂട്ടാനുള്ളൊരു മാർഗമാണ് കുറച്ച് സ്ലോപ്പിംഗ് അപ്സ്ട്രീം സൈഡിൽ കൂട്ടുക. അതുപോലെ തന്നെ ലെങ്ത് കൂടിയില്ലെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിലും നമ്മൾ കുറച്ചുകൂടെ സ്ലോപ്പ് ഒന്ന് കൂട്ടിക്കൊടുക്കും. അപ്പൊ ആ താഴത്തെ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് കൂടും. അപ്പൊ നമ്മുടെ ആ റിസൾട്ടന്റ് ഫോഴ്സ് 1/3 മിഡിൽ 1/3 തന്നെ പാസ് ചെയ്യും.
Thus the section is modified to achieve stability. അപ്പോൾ അങ്ങനെ 1/3 മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്താലേ ആ ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ ആയി നിൽക്കും. ആ ഡാം മറിഞ്ഞു പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ആ മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ട്രക്ചർ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ മോഡിഫൈ ചെയ്യുന്നതോട് കൂടി സ്ട്രക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലെ? ആ ഒരു സിമ്പിൾ സ്ട്രക്ചർ ആവില്ല. സിമ്പിൾ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ അതാവില്ല എന്തായാലും. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഹൈ ഡാം. So the type of a solid gravity dam, whether low or high, can be determined mathematically from the following expression. അപ്പൊ നമുക്ക് ഒരു ഡാം തന്നിട്ട് അത് ലോ ഡാം ആണോ അതോ ഹൈ ഡാം ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മാത്തമാറ്റിക്കലി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. When h is greater than lambda by w into 1 plus rho. എന്തൊക്കെയാണ് ഈ ടേംസ് പറയുന്നത്? h എന്ന് പറയുന്നത് ഹൈറ്റ്, ഡാമിന്റെ ഹൈറ്റ് അല്ലേ? ആ ഹൈറ്റ് is greater than lambda by, lambda പറഞ്ഞാൽ allowable safe compressive stress for the material of the dam. ആ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് ഡാം ആണെങ്കിൽ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെസ്, അല്ല സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ മേസൺറിയുടെ കംപ്രസീവ് സ്ട്രെസ്, അതാണ് ലാംഡ. എത്രത്തോളം കംപ്രസീവ് സ്ട്രെസ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും, അതാണ് ലാംഡ ഡിവൈഡഡ് ബൈ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റി ആണ്. W is the density of water in kilonewton per meter cube. പിന്നെ അതുപോലെ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓരോ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ ശ്രദ്ധിക്കണം, നൊട്ടേഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ചിലതിലൊക്കെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിട്ട് കൊടുക്കാറുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ചില ബുക്സിൽ G ആയിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ എന്ത് നൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ ഒരു ഫോർമുല, അതിപ്പോ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ശരി, ഒരു ഫോർമുല എഴുതി കഴിഞ്ഞാൽ താഴെ നിങ്ങൾ ഒന്ന് പറയണം, സ്പെസിഫൈ ചെയ്യണം ഓരോ സിമ്പലും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി കൊടുക്കണം. ഓക്കെ, കാരണം ഓരോ ടെക്സ്റ്റിലും നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ കൊടുക്കാം. ഇപ്പൊ ഇതിപ്പോ ലാംഡയ്ക്ക് പകരം എനിക്കിപ്പോ ആൽഫ എന്നൊരു ഡിനോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല എനിക്കിപ്പോ റോ എന്നുള്ളത് ഇവിടെ മുകളിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേങ്കിൽ ആ റോ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് താഴെ സ്പെസിഫൈ ചെയ്തിരിക്കണം, എന്നാലേ ആ ഫോർമുല കംപ്ലീറ്റ് ആവും. നിങ്ങൾ വെറുതെ ഫോർമുല പഠിച്ചു വെച്ചാൽ പോരാ, അത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി താഴെ എഴുതണം. എന്നാലേ ഒരു എക്സാമിനർക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചിട്ട് എഴുതിയതാണ് എന്നുള്ളത് കേട്ടോ. മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് എക്സാമിനർക്ക് ക്ലിയർ ആയിരിക്കും. സോ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ ആ മെറ്റീരിയലിന്റെ എലവബിൾ കംപ്രസീവ് സ്ട്രെസ്, എത്രത്തോളം ആ ഒരു മെറ്റീരിയലിന് താങ്ങാൻ സാധിക്കും, അതാണ് ലാംഡ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു 1 പ്ലസ് റോ, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എന്താണ്, ഹൈറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈ വാല്യൂ ആണെങ്കിൽ ആ ഡാമിനെ നമുക്കൊരു ഹൈ ഡാം എന്ന് വിശേഷിപ്പിക്കാം. നേരെ മറിച്ച് നമുക്ക് കിട്ടിയ ഹൈറ്റ് ഇസ് ലെസ് ദാൻ ദ വാല്യൂ ആണെങ്കിൽ ദ ഡാം ഇസ് സെറ്റ് ടു ബി എ ലോ ഡാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് ഹൈ ഡാം ആണോ ലോ ഡാം ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അതാണ് മാത്തമാറ്റിക്കലി അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എലിമെന്ററി പ്രൊഫൈൽ ഓഫ് എ ലോ ഡാം നോക്കാം. അതായത് ഈ ലോ ഡാമിന്റെ പ്രൊഫൈൽ, അതായത് നമുക്കറിയാം അല്ലേ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഫോഴ്സുകളൊക്കെ, അതായത് വാട്ടർ പ്രഷർ ആക്ടിങ് ഹൊറിസോണ്ടലി ആൻഡ് വെയിറ്റ്, സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലെ. അപ്പൊ ആ ഫോഴ്സസ് ഒക്കെ കൺസിഡർ ചെയ്താൽ നമുക്ക്, ഞാൻ പറഞ്ഞു വെക്ടേഴ്സ് ആണ് ഇവര്, അതുകൊണ്ട്
റിസൾട്ടന്റ് വിൽ ആക്ട് ആസ് എ ഡയഗണൽ. അല്ലെ, ഈ രണ്ട് ഫോഴ്സസിന്റെയും ഡയഗണൽ ആയിട്ടാണ് നമ്മുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ റിസൾട്ടന്റ് ഷുഡ് പാസ് ത്രൂ ദ മിഡിൽ തേർഡ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ റിസൾട്ടന്റ് ഷുഡ് ആക്ട് പാസ് ത്രൂ ദ മിഡിൽ തേർഡ് ഓഫ് ദ സെക്ഷൻ. അതായത് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ പോർഷനിലെ നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ചു. അതിലെ നടുവിലെ ഭാഗത്ത് കൂടെ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് പാസ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഡാം സ്റ്റേബിൾ ആയിരിക്കില്ല. ആ ഡാം മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. The stored water exerts pressure on the face of the dam. ഇവിടെ വെള്ളം ഇതാണ് അപ്സ്ട്രീം അല്ലെ. ഈ ഒരു ഡാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡാമിന്റെ അപ്സ്ട്രീം സൈഡ് ഇതാണ്, ഡൗൺ സ്ട്രീം സൈഡ് ഇവിടെയും. അപ്പൊ നമ്മുടെ അപ്സ്ട്രീം സൈഡിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം എങ്ങനെയാണ് will exert a pressure at a height ഒക്കെ നമുക്ക് അറിയാം അല്ലെ. at a height h/3 from the base. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ഡാം h ആണെങ്കിൽ h/3 ഫ്രം ദ ബേസ് ആണ് നമ്മുടെ വെള്ളത്തിന്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ അത് ഈ ഡാമിന്റെ ഈ ഫേസിലാണ് എക്സേർട്ട് ചെയ്യുക അല്ലെ. ആസ് ദ ഡെപ്ത് ഓഫ് സ്റ്റോറേജ് ഇൻക്രീസസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അപ്പൊ ഡെപ്ത് കൂടുന്തോറും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടും. The dam thickness should be minimum at the top and it should increase with the depth of water. അപ്പൊ നമുക്കറിയാം ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രഷർ വരിക എവിടെയാണ്? താഴെ അല്ലെ. നമ്മുടെ ρgh നമുക്കറിയാം, പ്രഷർ at every point can be found out by the formula ρgh അല്ലെ. Density of water into acceleration due to gravity into height. അപ്പൊ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും മുകളിൽ 0 ആയിരിക്കും പ്രഷർ, താഴെ എത്തുമ്പോൾ ρgh എന്നുള്ള ഫോർമുല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡാമിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഷർ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ 0 തിക്നെസ് നമുക്ക് കൊടുക്കാം. പിന്നെ താഴേക്ക് വരുംതോറും തിക്നെസ് കൂടി വരും. എത്രത്തോളം പ്രഷർ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം അത്രത്തോളം തിക്നെസ് നമ്മൾ ഇവിടെ കൊടുക്കും. എന്നിട്ട് താഴ്ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിക്നെസ് കൊടുക്കുന്നത് അല്ലേ. A triangle with an apex on the top and some thickness at the bottom with a straight vertical face which is a right angle triangle. അപ്പൊ അങ്ങനെയാണ് കൊടുക്കുക. ഇപ്പൊ പറഞ്ഞത് തന്നെ ടോപ്പിൽ നമുക്ക് തിക്നെസിന്റെ ആവശ്യമില്ല, കാരണം 0 ആയിരിക്കും അല്ലെ. പ്രഷർ വിൽ ബി 0. അതുകൊണ്ട് അവിടെ തിക്നെസ് ഒന്നും വേണ്ട, റെസിസ്റ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ താഴേക്ക് വരുംതോറും പ്രഷർ കൂടിക്കൂടി വരും. അപ്പൊ ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഭാഗമാണ് തിക്നെസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ താഴെ എത്തുമ്പോൾ താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ thickness of the dam നമ്മൾ കൊടുക്കേണ്ടത്. Most important condition for stability is that the resultant of the two main forces should remain in the middle third portion of the base. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്താണ്? നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മിഡിൽ തേർഡിലൂടെ തന്നെ പോയിരിക്കണം. ഇപ്പൊ ഇതാ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഈ റിസൾട്ടന്റ് മിഡിൽ തേർഡിന്റെ ഒരു എൻഡിലൂടെയാണ് പോകുന്നത് അല്ലെ. പക്ഷെ ശരിക്കും അങ്ങനെ പോലും പോകാൻ പാടില്ല. The resultant should pass through ഈ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇതിലൂടെ ആയിരിക്കണം റിസൾട്ടന്റ് പോകുന്നത്. എന്നാലേ ആ ഡാം അങ്ങനെ തന്നെ അവിടെ നിൽക്കും, സ്റ്റേബിൾ ആയി നിൽക്കും. Taking to extreme conditions, the dimensions of a triangular section can be fixed. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഒരു മാക്സിമം കണ്ടീഷനും ഒരു മിനിമം കണ്ടീഷനും നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസ്. അപ്പൊ ഒരു ഡാമിൽ വരാവുന്ന എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒന്ന് റിസർവോയർ ഫുൾ, മാക്സിമം വെള്ളം റിസർവോയറിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും മാക്സിമം കണ്ടീഷൻ അല്ലെ. മിനിമം കണ്ടീഷനോ the reservoir is empty, അതായത് വെള്ളം തീരെ ഇല്ലാത്ത കണ്ടീഷൻ, റിസർവോയർ ഡ്രൈ ആയി കിടക്കുന്ന കണ്ടീഷൻ.
അപ്പൊ അതാണ് മിനിമം കണ്ടീഷൻ ആൻഡ് മാക്സിമം കണ്ടീഷൻ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഫൈല് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. So water is stored to a height of h meters and the base width of the triangle is b meter. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം എങ്ങനെയാണ് ഇതിൽ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ഹൈറ്റ് നമ്മൾ h ആയി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ബേസ് വിഡ്ത്ത് b ആയിട്ട് കൊടുക്കുക. അതാ b കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ബേസ് വിഡ്ത്ത് b ആണ്. When the reservoir is empty, റിസർവോയറിൽ വെള്ളം ഒന്നും ഇല്ലെങ്കിൽ the only force acting is W, അല്ലേ? The self weight of the dam. അപ്പൊ നമ്മുടെ റിസർവോയർ എംറ്റി ആയി കിടക്കുകയാണ്, വെള്ളം ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആകെ വരുന്ന ഒരു ഫോഴ്സ് എന്താണ്? W, അല്ലേ? ആ ഒരു സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം. ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ട്രയാങ്കിൾ. ദാറ്റ് ഇസ് ദ പോയിന്റ് A. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി അറ്റ് എ ഹൈറ്റ് h/3 ഫ്രം ദ ബേസ്, അല്ലെ? h/3 അതാണ് b/3, ഇത് h/3. ആ ഒരു പോയിന്റിലാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് എന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് എന്ത് നമ്മുടെ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുക. ഈ G പോയിന്റിലാണ് എന്ത് ആക്ട് ചെയ്യുക? സെൽഫ് വെയിറ്റ് W. Point A is at b/3 distance from the heel of the dam C. അപ്പൊ നമ്മുടെ ഡാമിന്റെ ഹീല് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡാമിന്റെ ഹീൽ ഏതാണ്, ടോ ഏതാണെന്നൊക്കെ, അല്ലെ? ഇതാണ് ഹീൽ പോയിന്റ്, ഇതാണ് ടോ പോയിന്റ്. അപ്പൊ ഈ ഹീലിൽ നിന്ന് b/3 ഡിസ്റ്റൻസും അതുപോലെ എന്താ മുകളിലേക്ക് h/3 ഡിസ്റ്റൻസും, അവിടെയാണ് G, അല്ലെ? ഈ പോയിന്റ് A എന്ന് പറയുന്നതാണ് b/3 ഡിസ്റ്റൻസ്. Thus point A is one extremity of the middle third. അപ്പൊ നമ്മുടെ A പോയിന്റ് ആണ് മിഡിൽ തേർഡിന്റെ, അതായത് ഈ ഒരു മിഡിൽ തേർഡ് പോർഷനിന്റെ ഒരു എക്സ്ട്രീം പോയിന്റ് A, അല്ലേ? ഇനി when the reservoir is full, റിസർവോയർ ഫുൾ ആയിട്ടുള്ള കേസ്, വെള്ളമുണ്ട്, നിറച്ചു വെള്ളമാണ്, the resultant R of the forces P and W will meet the base at some other point. അപ്പൊ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൂടെ ഉണ്ടായിരിക്കും, വെള്ളത്തിന്റെ പ്രഷർ, അല്ലെ? വാട്ടർ പ്രഷർ. അപ്പൊ വാട്ടർ പ്രഷറും ഉണ്ട്, സെൽഫ് വെയിറ്റും ഉണ്ട്. അപ്പൊ അവിടെ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ റിസൾട്ടന്റ് ഫോഴ്സ് വേറൊരു പോയിന്റിലായിരിക്കും നമ്മുടെ ബേസിൽ ചെന്ന് തട്ടുന്നത്. The base width should be such that the resultant R should pass through the extremity of the middle third of the base B. അപ്പൊ അതായത് പറയുന്നത് എന്താണ്? ഈ R എന്ന് പറയുന്നത് ഈ ഒരു D പോയിന്റില്, അതാണ് അടുത്ത എക്സ്ട്രീം പോയിന്റ്. അപ്പൊ മിഡിൽ തേർഡിന്റെ രണ്ട് പോർഷൻസ് ആണ് എയും ഡിയും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഫുൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെള്ളം ഫുൾ ആണെങ്കിൽ ഈ R റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പോവും. ആ പോകുന്ന പോയിന്റ് ആണ് D, which is the other extreme of this middle third portion. ഈ മിഡിൽ തേർഡ് പോർഷനിലെ ആദ്യത്തെ എക്സ്ട്രീം A ആയിരിക്കും. ആ കണ്ടീഷൻ എന്താണ്? വെള്ളം ഇല്ലാത്ത അവസ്ഥ. The reservoir is empty. അങ്ങനത്തെ ഒരു കേസിൽ എയിലൂടെ ആയിരിക്കും റിസൾട്ടന്റ് പോവുക. കാരണം വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഈ P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അവിടെ ഇല്ല. അപ്പൊ W. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ ആയിരിക്കും റിസൾട്ടന്റ് പോവുക. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ആയ റിസർവോയർ ഫുൾ ആവുമ്പോൾ ഈ റിസൾട്ടന്റ് ഷുഡ് പാസ് ത്രൂ അനദർ പോയിന്റ് വിച്ച് ഇസ് ദ അതർ എക്സ്ട്രീം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മിഡിൽ തേർഡ് പോർഷനിലെ രണ്ട് എക്സ്ട്രീം പോയിന്റുകൾ. പക്ഷെ പൊതുവെ നമുക്ക് വെള്ളം ഫുൾ ലെവലിൽ എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ റിസൾട്ടന്റ് ഈ കറക്റ്റ് ഡിയിലൂടെ അല്ല, കുറച്ച് ഈ വിട്ട് ഒരു ഇവിടെയൊക്കെ ആയിരിക്കും റിസൾട്ടന്റ് വരിക, അല്ലെ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എക്സ്ട്രീം കേസസ് ആണ്, when the water is empty and when the water is full. ഇപ്പൊ രണ്ട് എക്സ്ട്രീം കേസസിൽ റിസൾട്ടന്റ് പാസ് ചെയ്യുന്നതാണ് ഈ മിഡിൽ തേർഡിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റുകൾ. മനസ്സിലായല്ലോ? Therefore, base width B in terms of H is found as below. അപ്പൊ നമുക്ക് ബേസ് വിഡ്ത്ത് B എന്ന് പറയുന്നത്
എച്ചിന്റെ ടേംസിൽ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതായത് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് നമ്മുടെ ബേസ് എങ്ങനെ മാറും അല്ലെ? നമ്മൾ വെള്ളത്തിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ബേസിന്റെ വിഡ്ത് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഹൈറ്റിനെ വെച്ചിട്ട് എത്ര ബേസ് വിഡ്ത് വേണ്ടി വരും എന്നുള്ള ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതെങ്ങനെയാന്ന് നോക്കാം. ടേക്കിംഗ് മൊമെന്റ്സ് അബൌട്ട് ദ പോയിന്റ് ഡി, നമ്മൾ അബൌട്ട് ഡി പോയിന്റ് നമ്മൾ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു, അപ്പൊ വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഡബ്ല്യുയും പിയും അല്ലെ? അപ്പൊ ഡബ്ല്യു മൊമെന്റ് എങ്ങനെയാ എടുക്കുക? നിങ്ങൾ ടോസിലൊക്കെ പഠിച്ചിട്ടുണ്ട് മൊമെന്റ് കണ്ടുപിടിക്കാൻ അല്ലെ? ഒരു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് ഫോഴ്സ് ടു ദ പോയിന്റ്. അപ്പൊ നമ്മുടെ ഡബ്ല്യു ആണ് നമ്മുടെ ഫോഴ്സ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് പോയിന്റിലേക്ക്? b/3 അല്ലെ? b/3 ആണ് ഡബ്ല്യുവിന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഡബ്ല്യു ഇൻടു b/3. ഓക്കെ, അത് ഏത് ഡയറക്ഷനിലാണ്? അബൌട്ട് ദ പോയിന്റ് ഡി ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ആന്റി ക്ലോക്ക് വൈസ് അല്ലെ? ആന്റി ക്ലോക്ക് വൈസിലാണ്. ഇനി അടുത്തത് പിയോ? പി ഈസ് റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡബ്ല്യു ഇൻറ്റു b/3 is equal to p ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? h/3 അല്ലെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് h/3. ഡി പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പിയിൽ നിന്ന് h/3 ആണ് അല്ലെ? അപ്പൊ p ഇൻറ്റു h/3 അതാണ് എഴുതിയിട്ടുള്ളത്. w ഇൻറ്റു b/3 is equal to p ഇൻറ്റു h/3. അപ്പൊ അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. w/p ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ w/p is equal to h/d. ഇങ്ങനെ നമുക്കൊരു ഫോർമുല ആക്കാം. പിന്നെ അതുപോലെ on substituting the values of w and p we get, അതായത് വെള്ളത്തിന്റെ പ്രഷർ എത്രയാണ് നമുക്ക് എഴുതാമല്ലോ. വെള്ളത്തിന്റെ പ്രഷർ എത്രയാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. വാട്ടർ പ്രഷർ എത്രയാണ്? പിന്റെ വാല്യൂ എത്രയായിരിക്കും? WH²/2 അല്ലെ? അതുപോലെ തന്നെ ഡബ്ല്യുവിന്റെ വാല്യൂ, ഡബ്ല്യു എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് ആണ് അല്ലെ? ഡബ്ല്യു സെൽഫ് വെയിറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? സെൽഫ് വെയിറ്റിന്റെ വാല്യൂ W rho BH/2. അതായത് നമ്മുടെ വെയിറ്റ് ഓഫ് ദ ഡാം എന്ന് പറയുന്ന എടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഫോർമുല അറിയുന്നുണ്ടാവുമല്ലോ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ? അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലെ? അപ്പൊ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ എത്രയായിരിക്കും? റോ ജി എച്ച് അല്ലെ? പ്രഷർ റോ ജി എച്ച് ആയിരിക്കും. പിന്നെ അതുപോലെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതാണ് ഏരിയ. അപ്പൊ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ ഡാം കിട്ടും. അപ്പൊ വെയിറ്റ് ഓഫ് ദ ഡാം അറിയാം. അതുപോലെ പി പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? WH²/2 വാട്ടർ പ്രഷർ, അത് നമുക്കറിയാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ ആണ് B ഇൻറ്റു റോ ബൈ എച്ച്. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് B റോ ബൈ എച്ച് എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? B is equal to h/√ρ. അതിൽ h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഡാം, അതുപോലെ റോ എന്ന് പറയുന്നത് ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ ഹെൻസ് the elementary profile of a gravity dam is a right angled triangle. അപ്പൊ എലിമെന്ററി പ്രൊഫൈൽ, ഏറ്റവും സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. വിത്ത് ബേസ് വിഡ്ത് എത്രയായിരിക്കും? ഈക്വൽ ടു h/√ρ. അപ്പൊ ഹൈറ്റ് എത്രയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബേസ് വിഡ്ത് കണക്കാക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഒരു റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ബേസ് വിഡ്ത് എന്ന് പറയുന്നത് h/√ρ ആയിരിക്കും ബേസ് വിഡ്ത് വരുന്നത്. ഓക്കെ, അതാണ് എലിമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഡാം.
ഇനി നമ്മൾക്ക് പ്രാക്ടിക്കൽ പ്രൊഫൈൽ നോക്കാം. അപ്പൊ നമുക്ക് ഒരു എലമെന്ററി പ്രൊഫൈൽ നമ്മൾ കണ്ടു, അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ. പക്ഷേ പ്രാക്ടിക്കലി എന്ത് സംഭവിക്കും? മുകൾ ഭാഗത്ത് തിക്നെസ് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് 0 ആവില്ല അല്ലെ. നിങ്ങൾക്കൊക്കെ ഊഹിച്ചാൽ അറിയാം, നമുക്കൊക്കെ മുകളില് നടക്കാൻ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അല്ലെ. നമുക്കൊരു പാസേജ് ഉണ്ടാവാറുണ്ട് സാധാരണ നടക്കാൻ. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രാക്ടിക്കലി ഇങ്ങനെ കോർണർ ആക്കി കൊടുക്കില്ല, നമ്മളൊരു ചെറിയ തിക്നെസ് കൊടുക്കും അല്ലെ. അപ്പൊ അതാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ. ശരിക്കും നമ്മൾ ഒരു ചെറിയ തിക്നെസ് മുകളിൽ കൊടുക്കും, അതുപോലെ തന്നെ ഒരു ചെറിയ ഹൈറ്റ്. ആ ഹൈറ്റിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്, വെള്ളം ഇല്ലാത്ത കുറച്ച് സ്ഥലം അല്ലെ. അപ്പൊ ആ ഒരു ഹൈറ്റ് ഫ്രീ ബോർഡും കൊടുക്കും, അതുപോലെ തന്നെ ഒരു ചെറിയ തിക്നെസ്സും കൊടുക്കും. അപ്പൊ അതാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ. ഓക്കെ, അത് ആവശ്യമില്ലെങ്കിൽ പോലും, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ അത് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അത് രണ്ടും കൊടുക്കും അല്ലെ. അത് രണ്ടും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എലമെന്ററി പ്രൊഫൈലും പ്രാക്ടിക്കൽ പ്രൊഫൈലും തമ്മിലുള്ള വ്യത്യാസം. So a dam with the top as an apex of a triangle is not practicable അല്ലെ. നമ്മുടെ ഡാമിന്റെ ടോപ്പ് ഒരു അപ്പെക്സ് ആയി നിൽക്കുന്ന, ഇങ്ങനെ നിൽക്കുന്ന ഷേപ്പ്, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. അത് പ്രാക്ടിക്കൽ അല്ല അല്ലെ. ചെറിയൊരു തിക്നെസ് നമ്മൾ കൊടുത്തിരിക്കണം. It is essential to give some thickness to the top of the dam to provide communication facilities. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനൊക്കെ ഒരു ചെറിയ തിക്നെസ് നമ്മൾ കൊടുക്കും. Blythe has given a formula to find out the thickness of the dam at the top. അപ്പൊ ബ്ലൈഗ് ഒരു എംപെറിക്കൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം തിക്നെസ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കണം എന്നുള്ളതിന്. അപ്പൊ ആ ഒരു തിക്നെസ് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ A is equal to 0.552 √h. അതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, തിക്നെസ് എ എന്ന് പറയുന്നത് 0.552 √h ആയിരിക്കും. h എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈറ്റ് അല്ലെ, വെള്ളത്തിന്റെ ഹൈറ്റ്. എത്രത്തോളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ആ റിസർവോയർ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഹൈറ്റ് ആണ് h. അതായത് HFL ലെവൽ വരെ, ഹൈ ഫ്ലഡ് ലെവൽ, നമ്മുടെ മാക്സിമം എത്രത്തോളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം, അതാണ് HFL. അപ്പൊ ആ HFL വരെയുള്ള ഹൈറ്റ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര തിക്നെസ് നമ്മൾ മുകളിൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, so the level of existing water may rise due to wind, waves and unexpected floods. നമുക്കറിയാം. അതുപോലെ തന്നെ ഫ്രീ ബോർഡ്, ഇപ്പൊ നമ്മൾ എന്റെ കാര്യം പറഞ്ഞു, തിക്നെസിന്റെ കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ റൈസ് കൊടുത്തിരിക്കണം അല്ലെ, ഹൈറ്റ് കൊടുത്തിരിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വേവ്സ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. കാറ്റടിച്ചാൽ വേവ്സ് വരാം. അപ്പൊ വേവ്സ് വന്നാൽ വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് പോകാൻ പാടില്ല. അതിനു വേണ്ടി നമ്മൾ ഒരു ചെറിയ ഫ്രീ ബോർഡ് കൊടുക്കും അല്ലെ, നെറ്റ് ഫ്രീ ബോർഡ്. HFL-ൽ നിന്ന് ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നെറ്റ് ഫ്രീ ബോർഡ് അല്ലെ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഗ്രോസ് ഫ്രീ ബോർഡ് അല്ലെ. ഗ്രോസ് ഫ്രീ ബോർഡ് എന്ന് പറയുമ്പോൾ ഫുൾ റിസർവോയർ ലെവലിൽ നിന്ന് ടോപ്പ് വരെ, മാക്സിമം റിസർവോയർ ലെവലിൽ നിന്ന് ടോപ്പ് വരെയാണ് നെറ്റ് ഫ്രീ ബോർഡ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു നെറ്റ് ഫ്രീ ബോർഡ് നമ്മൾ ആ വേവ്സിന്റെ ഡിസ്റ്റൻസിന് വേണ്ടി കൺസിഡർ ചെയ്യാണ്. പൊതുവെ എത്രയാണ് കൊടുക്കാറ്? ജനറലി 2 to 3 meters of net freeboard is provided. പൊതുവെ നമ്മൾ ഒരു 2 to 3 മീറ്റർ ഫ്രീ ബോർഡ് ഒക്കെ കൊടുക്കാറുണ്ട്. So when the resultant acts eccentrically, means not exactly at the center of the base, the stress intensity at the two ends, that is the heel and toe, is given by the equation. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ജിയോ ടെക്നിക്കൽ പഠിച്ചപ്പോൾ അതിൽ ഫൗണ്ടേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ കോളത്തിൻ്റെ ഉണ്ടായിരിക്കും അല്ലെ. ഒരുപക്ഷെ ടോസിൽ
പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ടോസിലും ഉണ്ടാവാം. കോളംസിനൊക്കെ പഠിക്കുമ്പോൾ എക്സെൻട്രിസിറ്റി പറയുമ്പോൾ വരുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഓക്കെ, എന്താണ് നമ്മുടെ സ്ട്രെസ്, എത്രത്തോളം സ്ട്രെസ് വരാം. അതായത് നമ്മുടെ റിസൾട്ടന്റ് നമ്മൾ പറഞ്ഞു മിഡിൽ തേർഡിലൂടെയാണ് പാസ് ചെയ്യേണ്ടത് അല്ലേ. when the resultant acts eccentrically, അതായത് means not exactly at the center of the base, the stress intensity at two ends, അതായത് നമ്മുടെ റിസൾട്ടന്റ് എക്സെൻട്രിക്കലി ആക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബേസ് നമ്മൾ പറഞ്ഞ മിഡിൽ തേർഡിലൂടെ അല്ലാതെ നമ്മുടെ റിസൾട്ടന്റ് വരികയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഹീലിനും ടോയ്ക്കും ഒരു സ്ട്രെസ് ഡെവലപ്പ് ആവും. ആ സ്ട്രെസ് എത്രത്തോളാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണിത്. S is equal to W by B into 1 plus 6E by B. E എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി, അതായത് എത്രത്തോളം വിട്ടിട്ടാണ് ഇതിന്റെ മിഡിലിൽ നിന്ന് എത്രത്തോളം വിട്ടിട്ടാണ് നമ്മുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്, അതാണ് എക്സെൻട്രിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ബി എന്ന് പറയുന്നത് ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡാം, പിന്നെ W എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഡാം, അതായത് ഡാമിന്റെ വെയിറ്റ്, അതാണ് W, വെയിറ്റ് പെർ മീറ്റർ ലെങ്ത്, അതാണ് W. B എന്ന് പറയുന്നത് ബേസ് വിഡ്ത്ത്, E എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് എത്രത്തോളം സ്ട്രെസ് ആ ഹീലിലും ടോയിലും വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, where E is the eccentricity of the resultant force, that is the distance between center of the base and the point where the resultant is cutting the base. മനസ്സിലായില്ല, ഈ ബേസിന്റെ സെന്റർ പോയിന്റും അതിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് നമ്മുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്, അത്ര ദൂരത്തിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഇപ്പൊ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഈ ഡാം തന്നെയല്ല, ഇപ്പൊ നിങ്ങൾ ഫൂട്ടിംഗ് ആണെങ്കിലും, ഒരു വീടിന്റെ കോമ്പണൻസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കോളം, അങ്ങനെ എന്ത് തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ തന്നെ നമ്മുടെ ഫോഴ്സ് പോവില്ല അല്ലേ, അത് കുറച്ച് വിട്ടിട്ടായിരിക്കും പോവുക. ആ ഒരു പോയിന്റ്, അതാണ് പ്രാക്ടിക്കൽ കേസ്. അപ്പൊ ആ വിട്ടിട്ടുള്ള അത്ര ദൂരത്തിനെയാണ്, ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എത്രത്തോളം വിട്ടിട്ടാണ് നമ്മുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സെൻട്രിസിറ്റി വന്നാൽ എത്ര സ്ട്രെസ് ഹീലിലും ടോയിലും വരാം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണിത്. ഓക്കെ, ഇവിടെ പ്ലസ് ഓർ മൈനസ് വരാം. പ്ലസ് എന്ന് പറയുന്നതാണ് മാക്സിമം വരാവുന്ന ഫോഴ്സ്, മൈനസ് എന്ന് പറയുന്ന 1 minus 6E by B എന്നും നമ്മൾ എഴുതും. മൈനസ് കൊടുക്കുമ്പോൾ അതാണ് മിനിമം, എത്രത്തോളം മിനിമം സ്ട്രെസ് വരാം എന്നുള്ളതാണ് മൈനസ്. ആ പ്ലസ് ഓർ മൈനസ് എന്നാണ് എഴുതാറ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് മാക്സിമം എത്രത്തോളം വേണമെന്ന് കണ്ടുപിടിക്കാനാണ്, അതുകൊണ്ട് പ്ലസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ നമ്മൾ അങ്ങനെ കേസസ് എടുക്കുകയാണ്. നമുക്ക് 3 കേസ് നമുക്ക് എടുക്കാം. ആദ്യത്തെ കേസ്, when the resultant pass through the extreme point of the middle third, അതായത് നമ്മുടെ മിഡിൽ തേർഡിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, ഇപ്പൊ നമ്മുടെ 3 ആയിട്ട് തിരിച്ചു, അതില് 2 എക്സ്ട്രീം പോയിന്റുകളാണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയാണ് എക്സ്ട്രീം പോയിന്റ്സ്? എയും ഡിയും. ഈ ഒരു മിഡിലുള്ള 1/3 പോർഷനിന്റെ എക്സ്ട്രീം പോയിന്റുകളാണ് എയും ഡിയും. എ എന്ന് പറയുന്നത് when the reservoir is empty, D എന്ന് പറയുന്നത് when the reservoir is full അല്ലെ. അപ്പൊ ആ 2 എക്സ്ട്രീം കേസിൽ നമ്മുടെ റിസൾട്ടന്റ് എയിലൂടെയോ ഡിയിലൂടെയോ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോർമുലയ്ക്ക് എത്രയായിരിക്കും, അതായത് എത്രത്തോളം സ്ട്രെസ് ആണ് ഹീലിലും ടോയിലും വരാൻ സാധ്യത എന്നുള്ളത് നോക്കാം. when the resultant passes through the extreme point of the middle third, അങ്ങനെയാണെങ്കിൽ E എത്രയായിരിക്കും? എക്സെൻട്രിസിറ്റി. അപ്പൊ നമുക്ക് ഇതാണ് മിഡിൽ പോയിന്റ് അല്ലെ, ഈ ഒരു ബേസിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ആ മിഡ് പോയിന്റിൽ നിന്ന് ഇപ്പൊ ഇത് B/3 ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇതാണ് മിഡിൽ പോയിന്റ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിന്റെ പകുതിയിൽ അല്ലെ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഡി വരെ എത്രയായിരിക്കും?
ദൂരം? b/3/2 ഹാഫ് അല്ലേ? b/3ന്റെ പകുതി, അതായത് b/6. അപ്പൊ b/6 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് അല്ലെങ്കിൽ b/6 ഡിസ്റ്റൻസ് ഇങ്ങോട്ട്. അതാണ് എക്സ്ട്രീം കണ്ടീഷൻസിൽ വരാൻ സാധ്യത. അപ്പൊ E എന്ന് പറയുന്നത് b/6 ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ഫോർമുലയിൽ എങ്ങനെ വരാം? മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് W/B into 1 plus 6/B into E എന്ന് പറയുന്നത് എത്രയാണ്? b/6 അല്ലേ? അപ്പൊ ഇന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, b/6. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 2W/B. പിന്നെ അതുപോലെ മിനിമം സ്ട്രെസ് എത്രത്തോളം വരാം? ഇവിടെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കി കൊടുക്കാം. അപ്പൊ W/B into 1 minus, ഇത് നമ്മൾ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പൊ 1 minus 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ മിനിമം സ്ട്രെസ് 0യും മാക്സിമം വരാവുന്ന സ്ട്രെസ് 2W/B അല്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് കേസ്. That is, stress on the left side is compressive. അപ്പൊ നമ്മളൊരു സ്ട്രെസ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഹീലില് the stress on the left side, ഇവിടെ ആയിരിക്കും മാക്സിമം സ്ട്രെസ് വരിക, ഈ പോയിന്റിൽ മിനിമം സ്ട്രെസ് ആയിരിക്കും വരിക. അപ്പൊ മാക്സിമം സ്ട്രെസ് എന്താണ്? 2W/B, അതാണ് ഇത്ര. പിന്നെ ഇവിടെ 0 ആയിരിക്കും വരിക. അപ്പൊ നമുക്കതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാം. പിന്നെ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടും താഴോട്ടേക്ക് തന്നെ വരച്ചു അല്ലേ? നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഇത് വരയ്ക്കാൻ അറിയാമല്ലോ. നിങ്ങൾ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരച്ചിട്ടുള്ളതല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇത്. സ്ട്രെസ് ഡയഗ്രാം ആണ്. സ്ട്രെസ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയ സ്ട്രെസ് നമ്മളൊരു ഗ്രാഫ് പോലെ കാണിച്ചു. അപ്പൊ 2W/B ആണ് ഹീലിൽ വരുന്ന സ്ട്രെസ്, 0 ആണ് ടോയിൽ വരുന്ന സ്ട്രെസ്. രണ്ടും കംപ്രസീവ് ആണ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് രണ്ടും കംപ്രസീവ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ, when E is less than B/6, അതായത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രീം പോയിന്റുകളിലും കുറവാണെങ്കിൽ, നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോത്ത് വാല്യൂസ് പോസിറ്റീവ് കിട്ടും. അതായത് പ്ലസ് ഇട്ടാലും മൈനസ് ഇട്ടാലും നമുക്ക് ആ ഒരു S എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ഫോർമുലയിൽ പോസിറ്റീവ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. ഹീലിലും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും, അത് എത്രയാണെങ്കിലും ശരി. ടോയിലും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലേ? ടോയിലായിരിക്കും കുറവ്, ഹീലിലായിരിക്കും സ്ട്രെസ് കൂടുതൽ അല്ലേ? അത് ആലോചിച്ചാൽ അറിയാം, ഹീലിലാണ് സ്ട്രെസ് കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ അത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടും താഴോട്ടേക്ക് തന്നെ വരച്ചു. സോ അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ട്രപ്പീസിയം കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എടുക്കുക. അതായത് നമ്മൾ പറഞ്ഞ മിഡിൽ തേർഡിൽ നിന്ന് പുറത്തു പോവാണ്, റിസൾട്ടന്റ് പുറത്തു പോകുന്ന ഒരു അവസ്ഥ. when E eccentricity is greater than B/6, അതായത് നമ്മുടെ മിഡിൽ തേർഡിൽ നിന്ന് റിസൾട്ടന്റ് പുറത്തു പോവുകയാണെങ്കിൽ അപ്പോഴാണ് എക്സെൻട്രിസിറ്റി എന്താ പറ്റുക? B/6 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് കൂടുക അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ the stress diagram will be as shown in the second figure, which shows that there is tension on the toe side. അങ്ങനത്തെ ഒരു കേസിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ S is equal to W/B into 1 plus 6E/B അല്ലേ? അതല്ലേ ഫോർമുല? ഹീലില് പ്ലസും ടോയില് മിനിമം വരിക, അപ്പൊ മൈനസും. അപ്പൊ ടോ സൈഡില് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ആ മൈനസ് ഇടുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പൊ എന്ത് പറ്റും? അവിടെ നെഗറ്റീവ് ആയിട്ട് കാണിക്കണം, അതായത് ടെൻഷൻ ആണ് അവിടെ നിലനിൽക്കുക അല്ലേ? So if E is greater than B/6, the structure will not be safe, as masonry or concrete are both weak in tension. അപ്പൊ നമ്മുടെ ഈ മേസൺറിക്കും കോൺക്രീറ്റിനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? കംപ്രസീവ് ഫോഴ്സസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ടെൻഷൻ പറ്റില്ല. അപ്പൊ the structure may fail. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസൾട്ടന്റ് എപ്പോഴും നമ്മുടെ മിഡിൽ തേർഡിലൂടെ തന്നെ പാസ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഫോഴ്സസ് ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ടെൻസൈൽ ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മുടെ കോൺക്രീറ്റിനൊന്നും കഴിയില്ല. ഓക്കെ,
So obviously the resultant must be made to pass within the middle third of the base. In any case, keeping in view the safety of the structure. The structure is safe ആയിട്ട് നിൽക്കണമെങ്കിൽ resultant must pass through the middle third portion. This in other words is called as middle third rule. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? Middle third rule എന്ന് പറയുന്നത്. Okay. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു മിഡിൽ തേർഡിലൂടെ തന്നെ പാസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ കോൺക്രീറ്റിനൊന്നും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ട്രക്ചർ എപ്പോഴും മിഡിൽ തേർഡിലൂടെ തന്നെ പാസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ എഴുതാം. കേസ് എ, കേസ് ബി, കേസ് സി ഒന്നും ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.